ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ 30-ാം സങ്കീർത്തനം 4 മുതലുള്ള ചില വാക്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ ഞാൻ സമർപ്പിക്കുകയാണ്. യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവീൻ, അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവീൻ. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയിൽ കരച്ചൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല എന്ന് എൻ്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു. യഹോവേ, നിന്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. നീ നിന്റെ മുഖം മറച്ചു, ഞാൻ ഭ്രമിച്ചുപോയി. കഴിഞ്ഞ എപ്പിസോഡിൽ 30-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വേദഭാഗം നമ്മൾ ധ്യാനിച്ചു. കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു എന്ന ചിന്താധാരയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ജീവരക്ഷ വരുത്തിയ ദൈവത്തെ ഞാൻ വാഴ്ത്തും, ഞാൻ പുകഴ്ത്തും. ഇന്നത്തെ കാലത്ത് രക്ഷയെന്ന് പറയുന്നത് ഭൗതികമായി മാത്രം നമ്മൾ കാണുമ്പോൾ ജീവൻ്റെ രക്ഷയ്ക്ക് ആർക്കാണ് താല്പര്യം? ജീവൻ്റെ സംരക്ഷകരായി നമ്മൾ വർദ്ധിക്കണം. ഓരോ ജീവനും മൂല്യമേറിയതാണ്. എനിക്ക് ദൈവം ജീവരക്ഷ വരുത്തിയെന്ന് പറയുമ്പോൾ ഭൗതികമായി തന്ന അനുഭവത്തെക്കാളൊക്കെ ഒത്തിരി ഉപരിയായി എൻ്റെ ജീവൻ നിലനിൽക്കുന്നതിന് നിത്യജീവനിലേക്ക് നയിക്കുന്ന അനുഭവത്തിലൂടെ ദൈവം എന്നെ നടത്തി. എന്നെ ജീവനിലേക്ക്, ജീവൻ്റെ വഴിത്താരയിലൂടെ ദൈവം നടത്തി. ജീവരക്ഷ എന്ന് പറയുമ്പോൾ ജീവനായ ദൈവത്തെ കണ്ടുകൊണ്ട്, ജീവനായ ദൈവത്തിൻ്റെ വഴിത്താരയിൽ നടന്ന്, ജീവനായ ദൈവത്തിൻ്റെ അച്ചടക്കം പാലിച്ച്, ജീവനുള്ള ദൈവത്തിൻ്റെ പ്രത്യാശയിൽ സന്തോഷിച്ച്, അവനോടൊപ്പം പാർത്ത് സന്തോഷമനുഭവിക്കുന്ന ആ ഒരു അനുഭവം, അതാണ് ജീവൻ്റെ രക്ഷ, അതാണ് ജീവരക്ഷ. അതിനുവേണ്ടി തിരുശരീരങ്ങൾ തന്ന, എന്നെ പരിപാലിച്ച, നമുക്ക് ബലം നൽകിയ ആ ദൈവത്തെ നാം സ്തുതിക്കണം. വീണ്ടും പറയുകയാണ്, യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവീൻ, അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവീൻ. 29-ാം സങ്കീർത്തനം നമ്മൾ തുടങ്ങിയത് ദൈവപുത്രന്മാരെ എന്നുള്ള അഭിസംബോധനയോടെയാണ്. ഇവിടെ ദാവീദ് വീണ്ടും പറയുന്നത് യഹോവയുടെ വിശുദ്ധന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ, ദൈവദാസൻ്റെ ദൃഷ്ടിയിൽ മനുഷ്യ സൃഷ്ടിക്കൊക്കെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അപ്പം ദൈവപുത്രന്മാരായി നമ്മളെ കണ്ടു. ഇവിടെ യഹോവയുടെ വിശുദ്ധന്മാരെ എന്നുള്ള വിളി, ദൈവപുത്രന്മാരെ എന്നുള്ള വിളി നൂറ്റാണ്ടുകൾക്ക് ശേഷവും സഹസ്രാബ്ദങ്ങൾക്ക് ശേഷവും ഇപ്പോഴും പരന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ യഹോവയുടെ വിശുദ്ധന്മാരെ എന്ന് നീട്ടി വിളിക്കുകയാണ്. യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവീൻ. ആ വിശുദ്ധിയുടെ തലത്തിലേക്ക് ഉയരുവാനുള്ള ഒരു ത്വര നമുക്കുണ്ടാകണം. യഹോവയുടെ വിശുദ്ധന്മാരെ എന്ന് അവൻ എല്ലാവരെയും വിളിക്കുമ്പോൾ വിശുദ്ധിയുടെ ആഴം എത്രത്തോളമാണെന്ന് ചിന്തിക്കണം. നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെടും, എന്നെയാണോ വിളിച്ചത്? ചിലപ്പോൾ നമ്മളൊരു കാര്യം ആലോചിച്ചോണം, കൂട്ടത്തേക്ക് മോനെ എന്നൊരു വിളി വരുന്നു. മോനെ എന്ന് വിളി വരുമ്പം ചിലപ്പോൾ എല്ലാവരും നോക്കും. എടാ എന്നുള്ള കോപത്തോടുള്ള വിളി വരുമ്പോഴും നമ്മൾ തിരിഞ്ഞു നോക്കും. പക്ഷേ നമ്മുടെ ഒരു പേര് വിളിക്കുകയാണ്. ഒരു പേര് വിളിക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലും നമ്മൾ തിരിഞ്ഞു നോക്കും. പക്ഷേ നമ്മളുടെ പേര് കൃത്യമായി പലരും ഉള്ളപ്പോൾ, കൃത്യമായ ഇനിഷ്യലോടുകൂടി ഫുൾ നെയിമിൽ വിളിക്കുമ്പോൾ നമ്മൾ മാത്രം തിരിഞ്ഞു നോക്കും. നമ്മളെയാണ് വിളിച്ചതെന്നറിയാം, അല്ലെങ്കിൽ ആരെയാണ് വിളിച്ചതെന്ന് തോന്നും. ഇപ്പോൾ യഹോവയുടെ വിശുദ്ധന്മാരെ എന്നുള്ള വിളി സഹസ്രാബ്ദങ്ങൾക്ക് ശേഷവും ഇന്നും മുഴങ്ങുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ആരെയാണ് വിളിച്ചത്? എന്നെയാണോ വിളിച്ചത്? ഞാൻ വിശുദ്ധനാണോ? യഹോവയുടെ വിശുദ്ധനാണോ ഞാൻ? എന്നിൽ വിശുദ്ധിയും നന്മയും ഉണ്ടോ? ഒട്ടും വിശുദ്ധിയില്ലാതെ അനീതിയിൽ ആറാടിക്കിടക്കുമ്പോഴും നമ്മൾ അത്ഭുതപ്പെടുകയാണ്, ഇതെന്നെയല്ല വിളിച്ചത്. യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവീനെന്ന് പറയുമ്പോൾ അതെന്നോടല്ല പറഞ്ഞത്, എന്നെയല്ല ഓർമ്മപ്പെടുത്തിയതെന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്തിലാണ് നിങ്ങൾ ഞാനും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.
യഹോവയുടെ വിശുദ്ധന്മാരെ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ നോക്കുകയാണ്. മറ്റാരെയോ വിളിച്ചിട്ടുണ്ട്, മറ്റാരോടോ പറയുകയാണ്, എനിക്ക് വിശുദ്ധി ഇല്ലാത്തതിനാൽ അവന് സ്തുതി പാടുവാൻ പറ്റുന്നില്ല എന്നുള്ള പരാതിയുമായി നിന്നുകൊണ്ട് നമ്മൾ ഒളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഒരു എസ്കേപ്പിസമാണ്. ദൈവം നമ്മളെ ഓർത്തോണം. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധ വംശമായിട്ടാണ്. അവൻ വിളിച്ചിരിക്കുന്നത് അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ അത്ഭുതങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം. ആ ഒരു ഐഡൻറ്റിറ്റിയാണ് നമുക്കുള്ളത്. അബ്ബാപിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ തന്ന് നമ്മളെ വീണ്ടെടുത്ത ദൈവമാണ് നമുക്കുള്ളത്. അപ്പോൾ അബ്ബാപിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ, തമ്പുരാനെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്ന അനുഭവം, ഇതെല്ലാം നമ്മൾ ചിന്തിച്ചോണം. പ്രിയമുള്ളവരെ, ചില വിളികളൊക്കെ വരുമ്പോൾ എന്നെ അല്ല വിളിച്ചോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുക എന്നുള്ളതല്ല. യഹോവയുടെ വിശുദ്ധന്മാരെ എന്ന് വിളി കേൾക്കുമ്പോൾ ഞാൻ വിശുദ്ധനല്ല, അതുകൊണ്ട് എന്നെ അല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതല്ല. യഹോവയുടെ വിശുദ്ധന്മാരെ എന്ന് പറയുമ്പോൾ അവന് സ്തുതി പാടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വിളി കേൾക്കുന്നില്ല എന്ന് പറയുന്നതല്ല. ഞാൻ കൊള്ളാത്തവനായതുകൊണ്ട് പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, വേദപുസ്തകം വായിക്കുന്നില്ല എന്ന് പറയുന്നതല്ല. നമ്മൾക്ക് വേണ്ടത് അങ്ങനൊരു നാമധേയം നമുക്കുണ്ടെങ്കിൽ, അങ്ങനൊരു രക്ഷണ്യമായ അനുഭവം നമുക്കുണ്ടെങ്കിൽ നമ്മളതിലേക്ക് തിരിച്ചു വരണം. അങ്കി കഴുകി വെടിപ്പാക്കണം, ഒന്നുകൂടി വൃത്തിയാകണം, കുഞ്ഞാടിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടണം. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി കഴുകി വെടിപ്പാക്കണം. കുഞ്ഞാടിനോടൊത്ത് വസിക്കുവാനുള്ള അനുഭവത്തിലേക്ക് നയിക്കപ്പെടണം. ആ ഒരു ആത്മീക ശക്തിയാൽ നിറഞ്ഞുകൊണ്ട് നമ്മളുടെ ചുറ്റുവട്ടത്തിലുള്ളവരെയും ആ ഒരു മനോഭാവത്തോട് കാണണം. ഒരുവനും കൊള്ളാത്തവനല്ല, ആരും കഴിവില്ലാത്തവനല്ല, മണ്ടരല്ല, അശുദ്ധരല്ല. അവനിലും ഒരു വിശുദ്ധിയുടെ കണമുണ്ട്. സ്വന്തം കണ്ണിൽ കോലിരിക്കെ അപരൻ്റെ കണ്ണിലെ കരടിനെക്കുറിച്ച് നീ എന്തിന് ബേജാറാകുന്നു എന്ന് കർത്താവ് തന്നെ ചോദിച്ചില്ലേ? നീ ടെൻഷൻ അടിക്കുന്നു എന്ന് കർത്താവ് ചോദിച്ചില്ലേ? ഇന്ന് നമ്മളിലൊക്കെ സ്വന്തം വിശുദ്ധന്മാരായി ഞാൻ വിശുദ്ധന്മാരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരൊന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല, മറ്റുള്ളവർക്കൊന്നും അവകാശമില്ല, രക്ഷപ്പെടത്തില്ല എന്ന് പറയുന്ന സമൂഹവും ഇന്നുണ്ട്. ദൈവത്തോട് ചേരുന്ന ഓരോ വ്യക്തികളും ഹൃദയംഗമായി ചിന്തിക്കണം, എൻ്റെ സർവശക്തനായ ദൈവമേ, ബലഹീനനായ എന്നെ നീ വിശുദ്ധനായി കണക്കാക്കുന്നുണ്ട്, നിൻ്റെ മകനായി കണക്കാക്കുന്നുണ്ട്. ഈ വിശുദ്ധരെന്ന് പറഞ്ഞാൽ ഓർത്തോണം, ദൈവം വിശുദ്ധനായതുപോലെ നിങ്ങളും വിശുദ്ധരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയുന്നതാണ്. ആ ഒരു അനുഭവത്തിലേക്ക് വരണം. ആത്മശരീര മനസ്സുകളുടെ ശുദ്ധീകരണം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് സുറിയാനി പിതാക്കന്മാരുടെ പാട്ടുകളിൽ ആത്മശരീര മനസ്സുകളാം എന്നോടെ തിരുമുൽക്കാഴ്ചകളെ ശോഭ കലർന്ന വിളക്കുകളായി ഞാൻ കത്തിപ്പാറാകണമേ എന്ന ആഴത്തോടെ കാണുന്നത്. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. എത്ര ഹൃദ്യമായിട്ടാണ് പിതാക്കന്മാർ നമ്മളെ പാടി പഠിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ദാവീദ് പറയുന്ന യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവിൻ എന്ന് പറയുമ്പോൾ ആ വിശുദ്ധിയിലേക്ക് നമ്മൾ തിരികെ ചെല്ലണം. ആത്യന്തികമായ വിശുദ്ധിയുടെ ഒരു സ്പന്ദനം നമുക്കുണ്ട്. കർത്താവിൻ്റെ വിശുദ്ധ ശ്വാസത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ വിശുദ്ധരായി ദൈവം നമ്മളെ കണക്കാക്കുമ്പോൾ മറ്റുള്ളവരെ വിശുദ്ധീകരിക്കുവാനുള്ള ഉത്തരവാദിത്വം നമ്മിലുണ്ട്. ഇനിയും വിശുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിശുദ്ധിയിലേക്ക് കടന്നു വരേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കണം. കർത്താവിൻ്റെ പുണ്യാഹരക്തത്തിൽ മുഴുകുവാനും മുങ്ങുവാനും തയ്യാറാകണം. കർത്താവിൻ്റെ സ്വരം നമ്മൾ കേൾക്കണം. കർത്താവിന് സ്തുതിപാടി വിശുദ്ധിയിലേക്ക് വരണം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് വിശുദ്ധിയുടെ പടവുകൾ കടക്കണം, പൂർണ്ണതയിലേക്ക് കടക്കണം. ആത്മാവിൻ്റെ ഫലങ്ങളെ പ്രാപിച്ച് ദൈവത്തിൻ്റെ വിളി, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിശുദ്ധന്മാരെന്ന് പറയുന്ന അനുഭവം ഭക്തനിലൂടെ വെളിപ്പെടുത്തി കൊടുത്ത ആ നാമധേയത്തിൻ്റെ പ്രാധാന്യം അത് നമ്മൾ ഉൾക്കൊള്ളണം. എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ നിർമ്മലനായി കാണുക എന്ന് പറയുമ്പോൾ
അവൻ ദൈവാനുരൂപിയെ കാണുക എന്നർത്ഥം. ഒരു മനുഷ്യൻ വിശുദ്ധനായി കാണപ്പെടുക എന്ന് വച്ചാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി കാണപ്പെടുന്നു എന്നർത്ഥം. അവനിലൂടെ നന്മ ഒരുപാട് പേര് പ്രാപിക്കാൻ അവസരമുണ്ടെന്നർത്ഥം. ഒരുവൻ നന്മയുള്ളവനാണെന്ന് കാണുമ്പോൾ അവനിലൊരു സത്തയുണ്ടെന്നർത്ഥം. അവനിൽ ജീവജലമുണ്ടെന്നർത്ഥം. അവനിൽ നിത്യജീവൻ്റെ ഉറവ് നൽകിയ തമ്പുരാൻ്റെ ഉറവയുടെ അംശമുണ്ടെന്നർത്ഥം. അവനിലൊരു സുഗന്ധമുണ്ടെന്നർത്ഥം. അവരിലൊരു കരുണയുടെ അനുഭവമുണ്ടെന്നുള്ളതർത്ഥം. സ്നേഹം, സന്തോഷം തുടങ്ങിയ സമാധാനം തുടങ്ങിയ അനുഭവങ്ങളുണ്ടെന്നർത്ഥം. ഒരു കാര്യമില്ല, അവൻ അശുദ്ധനാന്ന് പറയുമ്പോൾ ഇതെല്ലാം ഇല്ലാത്ത അന്ധകാരമാണെന്നർത്ഥം. അതുകൊണ്ട് കൂടുതൽ പേര് നന്മയിലേക്ക് വരട്ടെ, വിശുദ്ധന്മാരെന്ന് വരട്ടെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാർ യഹോവയ്ക്ക് ശ്രേഷ്ഠരാണ്. ജീവനോടിരിക്കുന്ന വിശുദ്ധനും വാങ്ങിപ്പോയ വിശുദ്ധനുമുണ്ട്. കർത്താവിന് വേണ്ടി ജീവിച്ച് വിശുദ്ധിയുടെ ഔന്നത്യത്തിലേക്ക് കടന്ന് രക്തസാക്ഷികളായി മാറി ലോകവും തറവാടും ഉപേക്ഷിച്ച് വിശുദ്ധരായിട്ടുണ്ട്. നമ്മളോട് ദൈവവചനം പ്രസംഗിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടു പോയ വിശുദ്ധന്മാരുണ്ട്. അവരുടെ ജീവാവസാനം അനുകരിച്ച് അവർ പറഞ്ഞത് അനുഷ്ഠിക്കുവാൻ തിരുവചനം ആഹ്വാനം ചെയ്തുവെങ്കിൽ അങ്ങനെയുള്ള വിശുദ്ധരുണ്ട്. നമ്മളോടൊപ്പം ജീവിക്കുന്ന വിശുദ്ധരുണ്ട്. അപ്പോൾ മുൻകാല വിശുദ്ധന്മാരുടെ ജീവാവസാനമോർത്ത്, അവരുടെ സുവിശേഷ ജീവിതമോർത്ത്, ത്യാഗാനുഭവമോർത്ത് വിശുദ്ധിയുടെ ഒരു അനുഭവത്തിലേക്ക് വരണം. ദാവീദ് നമ്മളെ ഇന്നും വിളിക്കുന്നു, യഹോവയുടെ വിശുദ്ധന്മാരെ. ഈ ഒരു സ്വരത്തിൻ്റെ മധുരം എത്രമാത്രമാണ്! ദൈവത്തിൻ്റെ പുത്രന്മാരെ എന്നുള്ള വിളി, യഹോവയുടെ വിശുദ്ധന്മാരെ എന്നുള്ള വിളി. നമ്മളെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ദൈവഭക്തൻ നമ്മളെ വിശുദ്ധന്മാരെന്ന് വിളിക്കുന്നുവെങ്കിൽ നമ്മളെ പലപ്പോഴും നീ മോശക്കാരനാണ്, നീ കൊള്ളരുതാത്തവനാണെന്ന് പറയുമ്പോഴും ഈ ഒരു സ്വരം നമ്മൾ ആവർത്തിച്ച് കേൾക്കണം. യഹോവയുടെ വിശുദ്ധന്മാർ. വീണ്ടും ഓർത്തോണം, അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. ദൈവത്തിൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണ്, ദൈവത്തിൻ്റെ കോപത്തെക്കുറിച്ച് പറയുകയാണ്. ദൈവം കോപിഷ്ഠനാണ്, ദൈവത്തിൻ്റെ കയ്യിൽ മൂർച്ചയുള്ള കോടാലിയുണ്ട്. ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ അതിനെക്കുറിച്ച് പറയുന്നു, ദൈവത്തിൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദം ജീവപര്യന്തമുണ്ട്. ദൈവത്തിൻ്റെ കോപം, ദ റാത്ത് ഓഫ് ഗോഡ്, ആങ്കർ ഓഫ് ഗോഡ്, അത് ഒരു തലത്തിലുണ്ട്. അതോടൊപ്പം അവൻ്റെ പ്രസാദം, അവൻ നമ്മളിലാകുവാൻ ആഗ്രഹിക്കുന്ന അനുഭവം, നമ്മളിൽ പ്രസാദിക്കുന്ന ഒരു അനുഭവം, നമ്മെ സ്നേഹിക്കുന്ന അനുഭവം. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രസാദം എന്നുള്ളതിന് ദ ലവ് ഓഫ് ഗോഡ്, സെലസ്റ്റിയൽ ലവ് ഓഫ് ഗോഡ്, ഇത് രണ്ടും ചിന്തിച്ചോണം. ദ റാത്ത് ഓഫ് ഗോഡ് ആൻഡ് ദി ലവ് ഓഫ് ഗോഡ്, ഡിവൈൻ ലവ് ഓഫ് ഗോഡ്. നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ കർത്താവിനോടൊപ്പമുള്ള നിത്യവാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എറ്റേണൽ ലവ്, നിത്യസ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിത്യ നരകം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ല ഉള്ളത്, നിത്യസ്നേഹം എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഉള്ളത്. കർത്താവിൻ്റെ നിത്യസ്നേഹം അതെന്നും നിലനിൽക്കുന്നതാണ്. കർത്താവിൻ്റെ പ്രസാദം എന്നും നിലനിൽക്കുന്നതാണ്. അത് ജീവപര്യന്തമുണ്ട്. കർത്താവിനെ കോപിപ്പിക്കാവുന്ന പല പ്രവൃത്തികളും നമ്മൾ ചെയ്തിട്ടുണ്ട്. കർത്താവിനെ വേദനിപ്പിച്ചിട്ടും നൊമ്പരപ്പെടുത്തിയിട്ടുമുണ്ട്. അവൻ്റെ പാതയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. അവൻ പ്രിയപ്പെട്ടവർ നമുക്ക് പ്രിയരായിട്ട് മാറിയിട്ടുമില്ല. ഇതൊക്കെ സത്യമാണ്. എങ്കിലും പ്രിയപ്പെട്ടവരെ, നമുക്ക് അവസരമുണ്ട്. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കുള്ള, അതൊരു ടെമ്പറൽ ടൈമിലേക്ക് മാത്രമാണ്, ഒരു താൽക്കാലിക സമയത്തേക്കാണ്. ദൈവം കോപിക്കും, ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ശിക്ഷ ചിലപ്പോഴൊക്കെ കിട്ടിയിട്ടുമുണ്ടാകാം. അവൻ്റെ പ്രസാദം അതെന്നും നിലനിൽക്കുന്നതാണ്, ജീവപര്യന്തമുള്ളതാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അത് വലുതാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയണം. സ്നേഹമേ, ക്രൂശിൻ സ്നേഹമേ, നിന്റെ ആഴം ഞാനൊന്നു കാണട്ടെ. സ്നേഹമേ, ക്രൂശിൻ സ്നേഹമേ, നിന്റെ ആഴം ഞാനൊന്നു കാണട്ടെ. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, ദ ഡെപ്ത് ഓഫ് ഡിവൈൻ ലവ്, അത് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുകയല്ല, അത് അനുഭവിച്ചറിയണം, അത് രുചിച്ചറിയണം, അത് സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മൾക്ക് സാധിക്കണം. എന്നുമുള്ള കർത്താവിൻ്റെ പ്രസാദം, കർത്താവിൻ്റെ സ്നേഹം നമ്മൾ നിലനിൽക്കണം.
നിത്യമായി നിലനിൽക്കുന്ന കർത്താവിൻ്റെ സ്നേഹമുള്ളപ്പോൾ കർത്താവിൻ്റെ കോപത്തെക്കുറിച്ച് ഓർത്ത് പരിഭവിക്കുവാനോ നിരാശപ്പെടുവാനോ നമ്മൾക്കിടയാകരുത്. അതിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കണം. തിരുവചനം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കർത്താവിനെ ആരാധിക്കുന്നതും കർത്താവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനാണെന്ന് ചിന്തിക്കരുത്. ഒരു ചിന്തകൻ്റെ വാചകം ഇപ്രകാരമാണ്: നീ സ്വർഗത്തിൽ പോകുമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് വരില്ല. നരകത്തിൽ പോകുമെന്ന് പേടിച്ച്, അയ്യോ ഞാൻ ആരാധിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകുമല്ലോ എന്ന് പേടിച്ച് നീ ആരാധിക്കണ്ട. ഭൗതിക സുഖസൗകര്യങ്ങൾ കിട്ടുമെന്ന് ആഗ്രഹിച്ചും ദൈവത്തെ സ്തുതിക്കണ്ട. ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് സർവശക്തനെ ആരാധിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ദൈവകോപവും അതിന് പാരല്ലായി നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രസാദവും ഇത് രണ്ടും നമ്മളെ ഭരിക്കണം. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ശത്രുക്കൾ നിന്നെയും ദൂഷ്യവും ചൊല്ലുമ്പോൾ ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ഞാൻ പറഞ്ഞു വരുന്നത് കർത്താവിൻ്റെ കോപത്തെക്കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. കർത്താവിൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. കർത്താവിൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നുണ്ട്, കോപിപ്പീൻ നിങ്ങൾ പാപം ചെയ്യരുത്. നമ്മളുടെ കോപവും ദീർഘമായിട്ട് വെച്ചുകൊണ്ടിരിക്കരുത്. സൂര്യൻ അസ്തമിക്കുവോളം ആ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. കർത്താവിൻ്റെ കോപം ക്ഷണത്തിലേ ഉള്ളുവെങ്കിൽ കർത്താവിൻ്റെ മക്കളുടെ കോപവും ക്ഷണനേരത്തേക്ക് കാണാവും. കോപിപ്പീൻ. ചിലപ്പോൾ ചിലതിനോടൊക്കെ ദേഷ്യം വന്നെന്നിരിക്കും. മക്കളോട്, ജീവിത പങ്കാളിയോട്, ഇടപെടുന്ന മേഖലയിൽ ഡിസിപ്ലിൻ പാലിക്കാൻ ഒക്കെ മനുഷ്യൻ കോപിച്ചെന്നിരിക്കും, ദേഷ്യപ്പെട്ടെന്നിരിക്കും. അതൊക്കെ മനുഷ്യനെന്നുള്ള ആ ഭാവത്തിൻ്റെ പ്രത്യേകതയാണ് കോപിക്കുക. മനുഷ്യനിൽ വികാരങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ആ കോപം വെച്ചുകൊണ്ടിരിക്കരുത് പ്രിയമുള്ളവരെ. ഒരു സമയത്തിനപ്പുറം പോകരുത്. ഒരു സമയത്തിനും കാലത്തിനും അപ്പുറം കോപം വെച്ചുകൊണ്ടിരുന്നാലുണ്ടല്ലോ, ഇതൊക്കെ ഒരു സിഡിമെൻസായിട്ട് മാറും, രോഗത്തിനുള്ള കാരണമായിട്ട് മാറും. ഈ ദേഷ്യം കൂടുന്തോറും പ്രഷർ, ഉറക്കമില്ലായ്മ, സമാധാനമില്ലായ്മ, പല്ല് ഞെറുമിക്കൊണ്ടിരിക്കും തോറും അസ്വസ്ഥതകൾ, ആരോഗ്യം നഷ്ടപ്പെടല്ലേ, ഒത്തിരി പ്രശ്നങ്ങളാണ്. കൂടുതൽ കോപമുള്ളവർക്ക് ഉറക്കം കുറവാണ്. നമ്മൾ തന്നെ ഒന്ന് ആലോചിക്കേണ്ട കാര്യം. ഈ പലരും പറയും രാത്രിയിൽ ഉറക്കമില്ല. കാരണം ഈ കോപം കൂടുന്തോറും പല കാര്യം മനസ്സിൽ വരുന്നത് മൊത്തം എന്താണെന്നറിയാമോ? നമ്മൾ കോപിക്കുവാനുള്ള കാരണങ്ങളെ ശക്തീകരിക്കുന്ന എവിഡൻസസ്, തെളിവുകൾ നമ്മൾ കൊണ്ടാടിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് മോനെ വിളിക്കാത്തത്? എന്തുകൊണ്ടാണ് അപ്പനെയും അമ്മയും വിളിക്കാത്തത്? അപ്പോൾ അതിൻ്റെ കാരണം പറയും. മരിച്ചു കഴിഞ്ഞാലും ആ കോപം മാറത്തില്ല. എനിക്ക് വീതം തന്നത് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് തന്നില്ല, എന്നെ ഇന്ന കോഴ്സ് പഠിക്കാൻ വിട്ടില്ല. ഇങ്ങനെ കാരണങ്ങൾ പിന്നെയും നമ്മൾ ചകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോപിക്കുമ്പോൾ കോപത്തിൻ്റെ കാരണം കണ്ടെത്തി ശക്തീകരിക്കപ്പെടുകയാണ്. എന്നാൽ ഒരു തവണ കോപിച്ച് കഴിയുമ്പോൾ, അറിയാതെ കോപിച്ചു, പിന്നീട് അതിൻ്റെ അകത്തൊരു കാര്യം ഓർത്തോണം, ദൈവമേ ഞാൻ ആ കോപിക്കേണ്ട കാരണം എന്തായിരുന്നു? എന്നിട്ട് അവസാനം നമ്മളുടെ പ്രാർത്ഥനയുടെ അവസാനം അങ്ങനെയല്ല, കോപിക്കണ്ടായിരുന്നു, അതിങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, ഈ രീതി പറഞ്ഞാൽ മതിയായിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ചില സമയത്ത് നിങ്ങൾ അടിയൊക്കെ കൊടുക്കും, വഴക്ക് പറയും. പക്ഷേ അതെല്ലാം കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മോനെ എന്നുള്ളൊരു വിളിയുണ്ട്. മാതാപിതാക്കളോട് വഴക്കുണ്ടാക്കി മാറി നിൽക്കുന്ന കുഞ്ഞ് ഒരു ഒളിച്ചു നോക്കി ചിരിക്കുന്ന ഒരു ചിരിയുണ്ട്. ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ മോനെ കഴിക്കാൻ വാടാന്ന് പറയുമ്പോൾ, മോളെ വാടിയെന്ന് പറയുമ്പോൾ ആ കുണുങ്ങിയുള്ളൊരു വരവുണ്ട്. നമ്മളെ നോക്കിയുള്ള ആ ചിലപ്പോഴുള്ളൊരു കരച്ചിലുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കെല്ലാ കോപവും മാറും. ഇന്ന് മനുഷ്യന് കോപം കൂടുന്തോറും, വിദ്വേഷം കൂടുന്തോറും എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? നമുക്ക് ആരോടെങ്കിലും കോപമുണ്ടെങ്കിൽ നമ്മൾ കോപിച്ചവർ പിന്നീട് നമ്മളെ നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും, അവൻ എന്നെ ആക്കി ചിരിച്ചു തല്ലിയോ.
അവൻ്റെ ഒരു കിണി കണ്ടില്ലയോ? നമ്മളിങ്ങനെ പുച്ഛത്തോടാണ് പറയുന്നത്. ചില മനുഷ്യർക്ക് പെട്ടെന്ന് ക്ഷമ ചോദിക്കാൻ തോന്നും. വിളിച്ചു പറയും, മെസ്സേജ് അയക്കും, എഴുതി കൊടുക്കും, മാപ്പ് ചോദിക്കും. അതുകൊണ്ടാണ് കർത്താവിൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളുവെങ്കിൽ അതിനെ നോക്കി ചിരിക്കുക എന്നുള്ളതല്ല. അത് കാണുമ്പോൾ നമ്മളും കോപം ക്ഷണനേരത്തേക്കേ വെച്ചുകൊണ്ടിരിക്കാവൂ. നേരത്തെ പറഞ്ഞതുപോലെ സൂര്യൻ അസ്തമിക്കുവോളം വെച്ചുകൊണ്ടിരിക്കരുത്. ഏത് മനുഷ്യനോടാണെങ്കിലും ചില സമയത്ത് നമുക്ക് പെട്ടെന്ന് നിരപ്പായി പോയി പറയാൻ പറ്റത്തില്ല. ദൈവസന്നിധിയിൽ ആവർത്തിച്ച് പറയുക, ദൈവമേ, ഞാൻ എൻ്റെ സഹോദരിയോട് ക്ഷമിച്ചു. എനിക്ക് അദ്ദേഹത്തോട് യാതൊരു പരിഭവമില്ല, ഒരു പരാതിയുമില്ല. ദൈവമേ, കരുണ തോന്നണമേ. ആ മനുഷ്യർക്ക് വേണ്ടി, ആ പുരുഷനോ സ്ത്രീക്കോ വേണ്ടി നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, നമുക്ക് എന്ത് നഷ്ടം വരുത്തിയവരാണെങ്കിലും നമ്മൾ ദൈവസന്നിധിയിൽ അവരോട് നിരപ്പാകാനുള്ള ന്യായീകരണം ദൈവം തരും. കോപിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുവാണെങ്കിൽ അത് പിന്നെയും ചിലർ പറയും, ഞാൻ പ്രാർത്ഥിച്ചപ്പോഴും ദൈവം എനിക്ക് വെളിപ്പെടുത്തിയില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അതൊരു ഈവിൾ റെവലേഷൻ ആയിരിക്കും. സാത്താൻ്റെ വെളിപ്പെടുത്തലുകൾ ചിലപ്പോൾ പ്രാർത്ഥനയിലൊക്കെ കടന്നു വരും കേട്ടോ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിനെ മാറ്റി സാത്താൻ ചില വെളിപ്പെടുത്തലുകൾ നൽകും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും എനിക്ക് ദൈവമേ ഒരു പരാതിയോ പരിഭവമോ ഇല്ല, ഞാനവരെ അനുഗ്രഹിക്കുന്നതേ ഉള്ളൂ, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസം പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്ക് അവൻ്റെ മനസ്സിൽ മാറ്റങ്ങൾ ദൈവം കൊടുക്കും. അവനെക്കൊണ്ട് നമ്മളോട് മിണ്ടാൻ തോന്നിപ്പിക്കും, പ്രാർത്ഥിക്കാൻ തോന്നിപ്പിക്കും. കാരണം നമ്മളും അവരും രക്ഷപ്പെടാനുള്ളവരാണെങ്കിൽ, നമ്മൾ രൂപാന്തരപ്പെട്ട് കണ്ണുനീരോടെ ഒരു മനുഷ്യന് വേണ്ടി സ്ഥിരം പ്രാർത്ഥിച്ചു, ഒരു ദോഷത്തിനും പോകാതിരിക്കുമ്പോൾ അപരൻ, ദോഷം ചെയ്തവൻ രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവനിൽ മാറ്റങ്ങൾ വരും. അല്ല, അവൻ പിന്നെയും തിന്മ ചെയ്തുകൊണ്ട് പോകുകയാണെങ്കിൽ അത് പേടിക്കേണ്ട ഒരു അനുഭവമാണ്. നമ്മൾ തന്നെ ചിന്തിച്ചോണം, എത്ര നാൾ കഴിഞ്ഞിട്ടും പ്രതികാരത്തോടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളെ നശിപ്പിക്കുവാനുള്ള നശീകരണ ശക്തി പുറകെ തന്നെ ഉണ്ട്. നമ്മൾ രക്ഷപ്പെടത്തില്ല, ഗുണം പിടിക്കത്തില്ല, തലമുറകൾ പോലും ഇല്ലാതെയായി പോകും. അതിനുള്ള ശക്തിയാണ് നിൽക്കുന്നത്, അതിനുള്ള ബലമാണ് നിൽക്കുന്നത്. ഇവിടെ വീണ്ടും പറയുന്നു, ദൈവത്തിൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദം, അവൻ്റെ സ്നേഹം നിത്യമായി നിലനിൽക്കുന്നു. അപ്പം സ്നേഹം, കർത്താവിൻ്റെ സ്നേഹം നിത്യമായി നിലനിൽക്കുവാൻ നിങ്ങളും ഞാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹം നമ്മളിൽ ഉണ്ടാകണം, അത് നിത്യമായി കാണണം. ഒരു കാരണവശാൽ പോലും സ്നേഹിക്കുന്ന സമയം കുറവും വിദ്വേഷിക്കുന്ന സമയം കൂടുതലും വരരുത്. കർത്താവിൻ്റെ സ്നേഹം നിത്യമായി നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, കരുണ ലഭിക്കണമെന്നുണ്ടെങ്കിൽ, വാത്സല്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളും കൂടുതൽ സ്നേഹിക്കുന്നവരാകണം, കൂടുതൽ പേരോട് കരുതലുള്ളവരാകണം. ചിലപ്പോൾ നമ്മൾ പറയും, എവിടെ തിരിഞ്ഞു നോക്കിയാൽ പോലും പ്രശ്നങ്ങളാണ്, ആരെയെന്ന് വിശ്വസിക്കാനുണ്ട്. പലപ്പോഴും ചിന്തിക്കും, ആരെയാണ് സ്നേഹിക്കാനുള്ളത്, ആർക്കാ കൊടുക്കാനുള്ളത്? ചിലർ നല്ലപോലെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ പോലും ഒരുത്തനും കൊടുക്കാനില്ല, കൊടുക്കേണ്ട കാര്യമില്ല, വഞ്ചകരാണ്. ചിലപ്പോൾ ശരിയാണ്, നമ്മൾ ഹൃദ്യമായി സ്നേഹിച്ചാലും സഹായിച്ചാലും പിന്നെയും നമ്മളെ ഉപദ്രവിക്കുന്നവരുണ്ട്, അവർ ശത്രുക്കളായി മാറുന്നവരുമുണ്ട്. അത് അവരുടെ സമീപനമാണ്, അവരുടെ രീതിയാണ്. പക്ഷേ എന്നേക്കും നിലനിൽക്കുന്ന ദൈവസ്നേഹത്തിലായിരിക്കുമ്പോൾ ദൈവം പറയുന്നതാണ് നമ്മളുടെ വഴി, ദൈവം കാണിക്കുന്നതാണ് നമ്മുടെ പ്രവർത്തനം, നമ്മളുടെ സമീപനം. അതിനുവേണ്ടി ഉണ്ടാകണം. വീണ്ടും ഓർപ്പിക്കട്ടെ, കർത്താവിൻ്റെ കോപം ക്ഷണത്തിലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, ദൈവമേ, നിൻ്റെ സന്നിധിയിൽ ഞാനും അതുപോലെ തന്നെ ആകുവാൻ തീരുമാനിക്കുകയാണ്, കോപം മാറ്റിവെക്കുകയാണ്. നിൻ്റെ പ്രസാദം, നിൻ്റെ സ്നേഹം നിത്യമായിട്ടുണ്ടെങ്കിൽ ആ സ്നേഹത്തിൻ്റെ വഴുത്താര എനിക്കും കാണിച്ചു തരണം. വീണ്ടും ഇവിടെ പറയുന്നു, സന്ധ്യയിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. അതൊരു മെറ്റഫോറിക്കൽ യൂസേജാണ്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കുന്നു, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. പ്രത്യേകിച്ച് അന്ധകാരമെന്ന് പറയുന്നത് പ്രതീക്ഷ നഷ്ടപ്പെടുന്ന, സന്തോഷം നഷ്ടപ്പെടുന്ന ഒരു അനുഭവത്തിൻ്റെ പ്രതീകമായി കണക്കാക്കുന്നവർ അനേകരുണ്ട്. വെളിച്ചത്തെക്കുറിച്ചും രാത്രിയെക്കുറിച്ചും പറയുമ്പോൾ രണ്ട് തലത്തിലാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. അപ്പോൾ വെളിച്ചമെന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷമാണ്, രാത്രി എന്ന് പറയുന്നത്, ഇരുട്ടിൻ്റെ ശക്തി എന്ന് പറയുന്നത് വേറൊരു തരത്തിലാണ് നമ്മൾ കാണുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കുന്നു, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, സന്ധ്യാസമയത്ത് കരച്ചിൽ വരുന്നു എന്ന് പറയുമ്പോൾ ഉഷസ്സിൽ ആനന്ദഘോഷം വരുന്നു. ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ നിങ്ങളും ഞാനും കടന്നു പോകുമ്പോൾ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, ഇന്ന് കരയുന്നവൻ നാളെ ചിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, സന്തോഷിക്കുന്നവരോടൊപ്പം സന്തോഷിക്കണം, ദുഃഖിക്കുന്നവരോടൊപ്പം ദുഃഖിക്കും. അതുകൊണ്ടാണ് നമ്മുടെ വിലാപത്തെ അവൻ നൃത്തമാക്കി തീർത്തു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കുന്നു. ചില സന്ധ്യകളുണ്ട് പ്രിയമുള്ളവരെ, ചില രാത്രിയുടെ അനുഭവങ്ങളുണ്ട്. ആ സമയത്ത് കരച്ചിലും നിലവിളിയും ഒക്കെ ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ അലയുന്നവരാകരുത്.
വ്യർത്ഥമായ കരച്ചിലുകളെ കരഞ്ഞ് നിലവിളിക്കുന്ന നിലവിളിയായിട്ട് മാറ്റണം. കരച്ചിൽ വന്ന് രാപാർക്കുന്നു എന്ന് വെച്ചാൽ, കരച്ചിലിൻ്റെ അനുഭവം വന്ന് രാപാർക്കുക എന്ന് വെച്ചാൽ നിരാശയുടെ കരച്ചിൽ വന്ന് രാപാർക്കുക എന്നുള്ളതല്ല. പ്രാർത്ഥനയിലൂടെയുള്ള കരച്ചിൽ, സ്നേഹത്തിൻ്റെ കരച്ചിൽ, കരുതലിൻ്റെ കരച്ചിൽ, പശ്ചാത്താപത്തിൻ്റെ കരച്ചിൽ, സമർപ്പണത്തിൻ്റെ കരച്ചിൽ. ഈ കരച്ചിലിന് ഒരുപാട് തലങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ഉഷസ്സിൽ ആനന്ദഘോഷം വരുന്നു. ഇന്ന് അന്ധകാരമുണ്ടെങ്കിൽ നാളെ വെളിച്ചം വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കരയുന്നുവെങ്കിൽ, ഇന്ന് കണ്ണുനീരൊഴുക്കുന്നുവെങ്കിൽ, ഇന്ന് ഭാരപ്പെടുന്നുവെങ്കിൽ, നാളെ നീ ചിരിക്കും. ദൈവത്തിൻ്റെ ഉഷസ്സിൽ നീ ചിരിക്കും. ദൈവത്തിൽ സമാധാനം പ്രാപിക്കും. നിനക്ക് എത്ര ബാധ്യതകളോ എത്ര കടമോ ഉണ്ടെങ്കിൽ, ഒന്നുമില്ല എന്നുള്ള പരാതി ഉണ്ടെങ്കിൽ, ദൈവം ഇതൊക്കെ നിൻ്റെ കയ്യിൽ കാലാകാലത്ത് തരും. കൈകൾ വിടർത്തി പ്രാർത്ഥിക്കണം. ആ വിടർത്തി നിൽക്കുന്ന കൈകളിലേക്ക് അനുഗ്രഹങ്ങളും തലോടലും ശിക്ഷണവുമൊക്കെ പ്രാപിക്കണം. ആ ദിവ്യ അനുഭവം പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.